ഹായ്, കീം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അതിൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു ബോൾ ഇനീഷ്യലി റസ്റ്റിലായിരുന്നു. ആ ഇനീഷ്യലി റസ്റ്റിലുള്ള ആ ബോൾ ഞാൻ എന്ത് ചെയ്തു, താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ എത്തുന്ന സമയത്ത് വരെ അതിൻ്റെ ആക്സലറേഷൻ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. എല്ലാ സമയത്തും അതിൻ്റെ വാല്യൂ 9.8 m/s² ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ട് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റിൽ ഒരു ബോഡി താഴേക്ക് വരുന്ന സമയത്ത് അത് ഫോളോ ചെയ്യുന്ന ഒരു റേഷ്യോ ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്താണ്, ഇറ്റ് വിൽ ഫോളോ 1:3:5:7 etc. ഈ റേഷ്യോനെ നമ്മൾ ഗലീലിയോ ഓഡ് നമ്പർ റേഷ്യോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു റേഷ്യോ പലപ്പോഴും പല കുട്ടികളും ഇത് ചെയ്യാറുണ്ട്, നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു റേഷ്യോ വെച്ചിട്ട് പല കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങളും ആ സ്റ്റെപ്പെല്ലാം നമുക്ക് സേവ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. പക്ഷേ ഈ ഒരു റേഷ്യോ യൂസ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയിരിക്കണം. നിങ്ങൾക്കറിയാം, ഒരു ബോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. അത് നമുക്ക് അറിയുന്ന കേസാണ്. ഫ്രീ ഫോളിൻ്റെ സമയത്ത് ആക്സിലറേഷൻ എപ്പോഴും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടൈം ഇൻ്റർവെല്ല്, ടൈം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇപ്പോൾ ആദ്യത്തെ 1 സെക്കൻഡിൽ യാത്ര ചെയ്യുന്ന ദൂരമാവില്ല അടുത്ത 1 സെക്കൻഡിൽ, കാരണം താഴേക്ക് പോകും തോറും അതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്കൻഡിലും അത് ട്രാവൽ ചെയ്യുന്ന ദൂരം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെല്ല് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്താണ്, 1:, പിന്നെ അത് 3 ആയി 5 ആയി, ബിക്കോസ് അതിൻ്റെ സ്പീഡ് കൂടി വരുന്നുണ്ട്. ഈ ഒരു ട്രിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില എക്സാംസിന് ഡയറക്റ്റ്ലി അവർ ചോദിക്കാറുണ്ട്, ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. സോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആൻസർ പറയാം. അല്ലെങ്കിൽ ഇതേപോലത്തെ നല്ല ചോദ്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്തിട്ട് ഈ ഒരു ഫോർമുല നമ്മൾ എങ്ങനെ നല്ല ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: എ ബോൾ ഈസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ അറ്റ് എ ഹൈറ്റ് h. അപ്പോൾ h ഹൈറ്റ് ഉണ്ടായിരുന്ന ഒരു ടവർ ഉണ്ടായിരുന്നു. സോ ഇവിടെ ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്താണ്, h ആണ്. ഇറ്റ് ടേക്സ് t seconds ടു റീച്ച് ദ ഗ്രൗണ്ട്. ആ ബോൾ മേലിൽ നിന്ന് താഴേക്ക് എത്താൻ ടോട്ടൽ എത്ര ടൈം എടുത്തിട്ടുണ്ട്, t ടൈം എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചോദ്യം, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ബോൾ ഇൻ t/3 സെക്കൻഡ്. t/3 സെക്കൻഡ് ആയ സമയത്ത് ആ ബോളിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നാണ് അവർ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ആ ബോളിൻ്റെ പൊസിഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. എല്ലാ സമയത്തും നമ്മൾ ഹൈറ്റ് എല്ലാം ഗ്രൗണ്ടിൽ നിന്നാണ് മെഷർ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഒരു t/3 സെക്കൻഡ് കഴിഞ്ഞു. t/3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ബോൾ ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ആ ബോളിലേക്കുള്ള അതിൻ്റെ പൊസിഷനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ചോദ്യം നോർമലി കൈനമാറ്റിക്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ട് മാറും. നമുക്ക് ഗലീലിയോ ഓഡ് നമ്പർ റേഷ്യോ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇതിൽ താഴേക്ക് എത്താൻ എടുത്ത ടോട്ടൽ ടൈം എന്നുള്ളത് t ആണല്ലോ. അപ്പോൾ t/3 സെക്കൻഡ് അല്ലേ. അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാം, അതിനെ 3, നമ്മളെ ടൈം t ഉണ്ടല്ലോ, അതിനെ 3 ഈക്വൽ ടൈം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. t/3 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 റെഡി അല്ലേ. ടോട്ടൽ ടൈം t അല്ലേ, അതിനെ എനിക്ക് 3 ഈക്വൽ ടൈം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. t/3 t/3. സോ ഞാൻ ആ ടൈമിനെ 3 ഈക്വൽ ടൈം ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ ഈ ടൈം ഇൻ്റർവെല്ലിൽ t/3 ആണ്, ഇത് t/3 ആണ്, ഇത് t/3 ആണ്. അപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഡ്രോപ്പിംഗ് ആണെങ്കിൽ ഇനീഷ്യൽ സ്പീഡ് 0 ആണ്. അതേപോലെ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈക്വൽ ടൈം ഇൻ്റർവെല്ലാണ്. ഈക്വൽ ടൈം ഇൻ്റർവെല്ലാണെങ്കിൽ അത് എന്ത് ഫോളോ ചെയ്യും, ഗലീലിയോ ഓഡ് നമ്പർ റേഷ്യോ ഫോളോ ചെയ്യും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ആ ബോഡി എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക, 1:3:5 റേഷ്യോ ഫോളോ ചെയ്തിട്ടായിരിക്കും ആ ബോഡി താഴേക്ക് വീഴുന്നുണ്ടാവുക. ആ ഒരു കാര്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, മനസ്സിലായി. ഇനി നമ്മളോട് ചോദിച്ചത്, അങ്ങനെ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിപ്പോൾ t/3 സെക്കൻഡ് കഴിഞ്ഞു, അതായത് ബോഡിയുടെ എക്സാക്ട് പൊസിഷൻ ഇപ്പോൾ ഇവിടെയാണ്. ആ സമയത്ത് ഗ്രൗണ്ടിൽ നിന്നുള്ള ഈ h', ഈ ദൂരമാണ് അവർ ചോദിക്കുന്നത്. ടോട്ടൽ ദൂരം നമുക്ക് h ആണെന്നറിയാം. അപ്പോൾ ഗലീലിയോ ഓഡ് നമ്പർ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഇനി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു കാര്യം, ഈ ദൂരം എത്രയെന്നുള്ളത് നമുക്കറിയാലോ, കാരണം റേഷ്യോ 1:3:5 അല്ലേ. ഇനി ഇത് ടോട്ടൽ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 5ഉം 3ഉം 8 ആണ്, 8ഉം 3ഉം 9 ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഇത് എത്രയാണ്, 1/9. റേഷ്യോൻ്റെ ആ ട്രിക്ക് അറിയാലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1:2:3 ആണെങ്കിൽ ഇതെത്രയാണെന്ന് അറിയാം. എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 അല്ലേ കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ ഇത് അതിൻ്റെ ടോട്ടൽ എന്താണ്, 1/6 ഭാഗമാണ്. ഇത് അതിൻ്റെ 2/6 പോർഷൻ ആണ്.
ഇത് അതിൻ്റെ 3/6 പോർഷനാണ്. ആ ട്രിക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം 9 അല്ല ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഈ 1 എന്നുള്ള ഭാഗം എത്രയാണ്? അതിൻ്റെ 1/9 പോർഷനാണ്. ഇത് എത്രയായിരിക്കും ഉണ്ടാവുക? 3/9 പോർഷൻ. ഇത് എത്രയായിരിക്കും ഉണ്ടാവുക? 5/9. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് h ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം അതിൻ്റെ റേഷ്യോയിൽ 1 അല്ലേ? അതായത് ടോട്ടൽ ഹൈറ്റിൻ്റെ എത്ര ഭാഗമാണ് ഇത് വരുന്നത്? h ഡിവൈഡഡ് ബൈ 9. ടോട്ടൽ ഹൈറ്റ് h, അതിൻ്റെ 1/9 പോർഷൻ. അപ്പോൾ ഇനി എളുപ്പമാണ്. ടോട്ടൽ ഹൈറ്റ് h, ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം h ഡിവൈഡഡ് ബൈ 9. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ദൂരം കിട്ടാൻ എളുപ്പമാണ്. ടോട്ടൽ ദൂരം h ആണ്. ഈ ദൂരം h/9 ആണെങ്കിൽ ഇത് എത്ര വരും? h മൈനസ് h/9. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8h ഡിവൈഡഡ് ബൈ 9. സോ 8h/9 ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫ്രം ദ ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. ഇനി മേലെന്നുള്ളതാണെങ്കിൽ ആൻസർ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? h/9. അപ്പോൾ ഇതുപോലെ ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തന്നു. ഇതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പല ചോദ്യങ്ങളും നമ്മൾ സൊല്യൂഷൻസ് എല്ലാം നോക്കുമ്പോൾ അവർ നോർമൽ കൈനമാറ്റിക്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഗലീലിയോ ഓഡ് നമ്പർ റേഷ്യോ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പല ടഫായിട്ടുള്ള ചോദ്യങ്ങളും വളരെ സിംപിളറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ട്രിക്സ് ആൻഡ് ടിപ്പ് പല ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ XPL ബാച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്.